സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ സമൂഹത്തെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് നിരാലംബരും നിരാശ്രയരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. തൊഴിലുറപ്പുകാരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു, ആശാ വർക്കേഴ്സിൻ്റെ അവതരിപ്പിച്ചു, പാചകത്തൊഴിലാളികളുടെ, അങ്ങനെ നിരവധി ആളുകളുടെ അവതരിപ്പിച്ചു. അംഗൻവാടികളെ സംബന്ധിക്കുന്ന അവരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് 20-ലധികം വീഡിയോ ചെയ്തു. ഇപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ താഴെത്തട്ടിൽ നിന്ന്, അംഗൻവാടികളിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങുന്നത്. ഈ ചാനൽ എല്ലാവരും കാണുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. കാണുന്ന ആളുകൾ പൊതു സമൂഹം ഉൾപ്പെടെ സംഭാവനകൾ അയച്ചു തരണം, പരസ്യങ്ങൾ നൽകി സഹായിക്കണം. കാരണം ഇത് ജനങ്ങളുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയൊരു വിഷയം, ഇന്നലകൾ വരെ അംഗനവാടിക്കാരുടെ, വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സേവന വേതന വ്യവസ്ഥകളിലുണ്ടായ, ക്ഷേമനിധിയിലുണ്ടായ പെൻഷൻ കിട്ടാത്തതിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധികളാണ് ആ മേഖലയിൽ കാണുന്നത്. വനിതാ ശിശുക്ഷേമ സമിതി ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു സംവിധാനത്തിൽ വിപുലമായ സംവിധാനങ്ങളുള്ളൊരു ഒരു പദ്ധതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? പറഞ്ഞു വരുന്നത് പാലക്കാട് ജില്ലയിലെ കഥയാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത്, ഒരു മേഖലയിൽ 1-2 പ്രദേശങ്ങളിൽ, ഞാൻ സ്ഥലം കൃത്യമായി പറയുന്നില്ല, കാരണം ഈ വിവരങ്ങൾ അയച്ചു തരുന്ന അമ്മമാർ, സഹോദരിമാർ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങളുടെ പേരോ സ്ഥലമോ ഒന്നും പറയരുത്. പക്ഷേ ചില സൂചനകൾ കിട്ടാൻ പൊതുവായി വലിയ ക്യാൻവാസിൽ പറഞ്ഞേ കഴിയും. അതുകൊണ്ടാണ് കൃത്യമായി സ്ഥലം പറയാത്തത്. കാരണം ഇപ്പോൾ അടുത്ത മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഈ മേഡവും സാറന്മാരുമെല്ലാം പാവപ്പെട്ട വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഭീഷണിപ്പെടുത്തും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായും പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ CDPOമാരും സൂപ്പർവൈസർമാരും പാവപ്പെട്ട അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, റിക്വസ്റ്റിൻ്റെ മാതൃകയിലല്ല, നിങ്ങൾ വീണ്ടും ക്ഷേമനിധിയിലേക്കുള്ള അംഗത്വ ഫോറം കൊണ്ടുതരണം. ഒരു 200ഓളം ആളുകളോടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ക്ഷേമനിധിയിലില്ലേ? ഉണ്ട്, നിങ്ങൾ ക്ഷേമനിധിയിലുണ്ട്, നിങ്ങളെ പാസ്ബുക്കുമുണ്ട്. പക്ഷേ പാസ്ബുക്ക് കാണണമെന്ന് പറയുമ്പോൾ പാസ്ബുക്ക് കൊടുക്കില്ല. അപ്പോൾ വീണ്ടും അംഗത്വ ഫോറം എഴുതി വാങ്ങി. അപ്പോൾ നേരത്തെ അംഗത്വ ഫോറം എഴുതി വാങ്ങിയിട്ടാണല്ലോ പാസ്ബുക്കിലേക്കൊക്കെ കയറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷേമനിധിയിൽ അംഗമായെന്ന് ചോദിച്ചപ്പോൾ അതിവിടെ കാണാനില്ല എന്ന് പറഞ്ഞത്. എത്ര ലളിതമായി പറയുന്നു. അത് കാണാനില്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം സാറന്മാരെ, അല്ലെ മേഡം എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്നു, വിരട്ടുന്നു. ഇതെന്തൊരു നാടാണ്? അതുകൊണ്ട് പാലക്കാട് ജില്ലാ ICDS ഓഫീസറുടെ, ജില്ലാ പ്രോഗ്രാം ഓഫീസറുടെ, ജില്ലാ പ്രോജക്റ്റ് ഓഫീസറുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ എല്ലാ ജില്ലാ ഓഫീസർമാരുടെയും നിങ്ങൾ 2 കാര്യങ്ങൾ അടിയന്തരമായി റിവ്യൂ മീറ്റിങ്ങുകൾ വിളിക്കണം, അല്ലെങ്കിൽ വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ ഇത് ചർച്ച ചെയ്യണം. സ്പെഷ്യൽ അജണ്ടയായി തന്നെ ചർച്ച ചെയ്യണം. വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ക്ഷേമനിധി കൊടുക്കുന്നതോ പെൻഷൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സർക്കാരുമായി കൂടി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ക്ഷേമനിധി ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സമ്മതിച്ചു. 20% ധനകാര്യ വകുപ്പിൽ നിന്നും കൂടെ അനുവദിച്ചാലേ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയൂ. ഗ്രാറ്റുവിറ്റിയുടെ പ്രശ്നമൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ആളുകളുടെ റെക്കോർഡ് സൂക്ഷിക്കുന്നതിൽ, അവരുടെ ബുക്ക് വാങ്ങി യാതൊരു കാര്യവുമില്ലാതെ അവരെ പാസ്ബുക്ക് വാങ്ങി വച്ചിരിക്കുന്നതിൽ, പാസ്ബുക്കിൽ കൃത്യമായി 30-40 വർഷമായി ജോലി ചെയ്യുന്നവർക്ക് പോലും പാസ്ബുക്ക് ഒരു പ്രാവശ്യം കാണാൻ കൊടുക്കാത്തത് അവരുടെ പാസ്ബുക്കല്ലേ, അവരുടെ കാണാൻ കൊടുക്കാത്തത് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തും, കളഞ്ഞു പോയിട്ട് ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രൂപത്തിൽ പീഡനം കൊടുത്തുകൊണ്ട് പാസ്ബുക്കിൽ ഓഫീസിൽ വയ്ക്കുക, അതിൽ എൻ്റർ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ പോലെ ICDSൻ്റെ ജില്ലാ ഓഫീസർമാർ താഴേക്ക് കൊടുക്കേണ്ട നിർദ്ദേശം, അടിയന്തരമായി കൊടുക്കേണ്ട നിർദ്ദേശം, ഈ എല്ലാ ആളുകളും, അതെനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് തലത്തിൽ പോയാലും കുഴപ്പമില്ല, എല്ലാ ആളുകളും അടിയന്തരമായി ക്ഷേമനിധിയുടെ പാസ്ബുക്കുകൾ അതാത് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും കൈമാറണം. വിത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ കണക്കുകളും അപ്ഡേറ്റ് ചെയ്ത് കൈമാറണം. ഒരു നിശ്ചിത മാസത്തിനുള്ളിൽ കൈമാറണം. ഓണമാസമായ തിരക്കൊക്കെ ആണെങ്കിൽ 1 മാസത്തെ, ഓണം കഴിഞ്ഞ് വരുന്ന ഒരു ഒക്ടോബർ മാസം 2-ന് മുമ്പ്, അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിന് മുമ്പ് 2 മാസക്കാലം കൊണ്ട് മുഴുവൻ അംഗൻവാടി വർക്കർമാർ 66,000 പേരുടെ പാസ്ബുക്കും താഴേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഒരു പാസ്ബുക്ക് മുകളിൽ വയ്ക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങുക. അതുപോലെ അംഗത്വ ഫാറം ഒരു പ്രാവശ്യം വാങ്ങിയാണ് ഇത് കയറ്റിയത്, പിന്നെ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് അംഗത്വ ഫാറം വാങ്ങുകയാണെങ്കിൽ ആ ICDS ജില്ലാ ഓഫീസർ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മെമ്മോ കൊടുക്കണം, അവരോട് വിശദീകരണം ചോദിക്കണം, അവരോട് കാരണം കാണിക്കൽ ചോദിക്കണം. എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സംവിധാനത്തിൽ? ഇന്നൊരു വേറെ രസകരമായ കാര്യം, മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് സൂപ്പർവൈസർമാരും അതുപോലെ തന്നെ ICDS ഓഫീസർമാരും CDPOമാരും എന്നുള്ളതുമാണ് വേറൊരു വൈതരണി. കാരണം
പുരുഷന്മാരാണെങ്കിൽ പിന്നെ വേറെ രീതിയിലുണ്ട്. ഇത് സ്ത്രീകൾ തന്നെയാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ദുഃഖം അറിയാൻ കഴിയുന്നില്ലയോ? വളരെ തുച്ഛമായ ശമ്പളത്തിൽ, വളരെ തുച്ഛമായ നാമമാത്രമായ പെൻഷനിൽ, അതും വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്ന പെൻഷനിൽ സ്ഥിരമായി കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി. പെൻഷൻ കിട്ടുന്ന പാവപ്പെട്ട ആളുകൾക്ക് അതിൽ 300ഓളം പേർക്ക് പെൻഷൻ കിട്ടുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, അത് റിപ്പോർട്ട് ചെയ്താണ് 300, ബാക്കി എത്രയാണെന്ന് നമുക്കറിയില്ല. സാഹചര്യത്തിൽ ICDS ഓഫീസർമാർ ഇത് കൃത്യമായി പരിശോധിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ സ്പെഷ്യലായി പരിശോധിക്കണം. അവിടെ ഒരു 1-2 ബ്ലോക്കുകളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. 200ഓളം പേരുടെ, 190 180 പേരുടെ അംഗത്വ ഫോറം വീണ്ടും വാങ്ങുകയാണ്. അത് കൊടുക്കാൻ എന്നോട് പറഞ്ഞ് എനിക്ക് കിട്ടിയ വിവരം തന്ന ആളുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് വിവരം തന്നു, അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയല്ല തരുന്നത്, ഒരുപാട് പേര് വിവരം തന്നിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ഫീൽഡ് റിപ്പോർട്ടർമാർ ഇത്തരം കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രതികാര നടപടിയായിട്ടോ മറ്റൊന്നും കാണരുത്. തീർച്ചയായും ഓഫീസർമാർ നടപടിയെടുക്കുക. നമ്മുടെ ഈ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സുഭാഷിതം ചാനൽ ഇത്ര എഫർട്ട് എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കുക. നന്ദി.